വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. എന്താണെന്ന് അറിയാവോ? ചീര പക്കുവടയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ചായയോടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനും എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ചീരയാണ് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സവാള ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് അതും ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണ് ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാം കേട്ടോ. 2 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് ജസ്റ്റ് ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. ചെറിയ പീസായിട്ട് ഒന്ന് പിച്ചിടാം. അതിട്ട് കൊടുത്തു. ഇനി വേണ്ടത് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ചീര പക്കവട നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ലാസ്റ്റ് നിങ്ങൾ ഒന്നും കൂടെ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റുന്നുണ്ട്. ഇനി നമുക്ക് പക്കാവട, ചീര പക്കാവട തയ്യാറാക്കി എടുക്കാം. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ചീര പക്കോട വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത്. പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടിയോ റവയോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. കോൺഫ്ലോറും ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കോരിയെടുക്കാം. ഇത് നോക്കിയേ, ചീര പക്കവട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീര പക്കവട റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു.